സ്വാഭാവികം. എന്തൊക്കെയോ പറയുന്നു. എന്റെ മകനെ ബിഗ് ബോസിലെ ആഗ്രഹമുണ്ട്. നീ എന്റെ കുടുംബത്തിലെങ്ങാനും വന്ന നിന്റെ കാല് തല്ലുപിടിച്ച് മട്ടൻ ബിരിയാണി വെക്കും. ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കണമെന്ന് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഞാൻ അങ്ങനെയാണ്. അതിന് നീ ആരാ? എന്നെ നിനക്കറിയില്ല, ഞാൻ അലക്സാണ്ടർ. അയ്യേ എന്തൊരുപാട്. മണവാളിൽ ഇത്രയും ഭംഗിയുള്ള തന്തയുണ്ടെന്ന് എനിക്കറിയില്ല. ഇല്ലത്ത് അങ്ങനെ ഒരു പതിവില്ല. നിർബന്ധിക്കുകയാണെങ്കിൽ നിർബന്ധിക്കുന്നില്ല. അല്ല, നിർബന്ധിക്കണം എനിക്ക് നിർബന്ധമില്ല. നോക്കാലോ, കിട്ടിയതല്ലേ, ആർക്കും കിട്ടിയിട്ടില്ലല്ലോ അല്ലെ. കിട്ടിക്കഴിഞ്ഞാൽ പോകൂല്ലേ? അണ്ണാ ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ. സത്യം ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫുൾ ചെലവ് എന്റെ വക. കൊണ്ടുപോവാന്ന് പറ. അല്ലെ ശ്രമിച്ച അല്ലെ, മകന് കിട്ടട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഓൺലൈനിൽ. കിട്ടും. നല്ല ബെസ്റ്റ് തന്ത. മക്കളെ വളർത്തണം, ഇങ്ങനെ തന്നെ വളർത്തണം. പിന്നെ പൊതുവേ വർക്കിനോട് താല്പര്യമില്ല, ജോലിയും താല്പര്യമില്ല. ജോലിക്ക് എന്റെ പട്ടി പോവും. ആരും പണിയൊന്നും കൊടുക്കാത്തോണ്ട് എന്റെ കൂടെ കൂടിയിരിക്കാം. വല്ലതും തിന്നും കഴിച്ചു പോക്കട്ടെ ഞാനും വിചാരിച്ചു. അതെ, വായും വെള്ളമൊക്കെ ഫ്രീ ആയിട്ട് ഇട്ടോണ്ട് പിന്നെ ജീവിക്കാമല്ലോ. ജോലിക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ കോളേജിൽ പോയി പഠിച്ചുകൂടെ ചോദിച്ചുവിടായിരുന്നോ? പ്ലസ് ടു കഴിഞ്ഞൊക്കെ മാർക്ക് ഉണ്ടെങ്കിലല്ലേ കുറവുള്ളതുകൊണ്ട്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. താല്പര്യം പണ്ടേ ഇല്ലാത്തതുകൊണ്ട് ആ താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ പണ്ടേ ഒരു ജോലിയും വീട്ടിൽ ചെയ്യത്തില്ല. എനിക്ക് വിശപ്പിന്റെ അസുഖമുള്ള ആളാണ്. സാധാരണ പോലെ എല്ലാ ദിവസവും പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ പറയുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ഉദ്ദേശിക്കുന്ന ആളവനെ പിന്നെ കാണുന്നത് ഇഷ്ടമല്ല. വെറുതെ മകനെ ഉദ്ദേശിച്ച് സമയം കളയാതെ മകന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്തു വെച്ചാ. പക്ഷെ ആ ശ്രമം പിന്നെ ഗൾഫിലേക്ക് വരാനുള്ള താല്പര്യമൊന്നും ഇവനില്ല. അവിടെ ആകെ തിക്കും തിരക്കും ബഹളവും ചെളിയൊക്കെ ഇതുപോലെ സ്വസ്ഥോട്ട് ഇരിക്കാൻ പറ്റില്ല. ഇവിടെ തന്നെ ഇരിക്കാം, ഒരു സീറ്റിൽ തന്നെ ഇരിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അലച്ചിൽ ഇഷ്ടമല്ല എനിക്ക്. അടിമപ്പണി ചെയ്ത് ശീലിച്ചിട്ടില്ലേ? മേലുദ്യോഗസ്ഥന്മാർ ഭരിക്കാൻ വന്നാൽ തലകുനിച്ചു കൊടുക്കാൻ എനിക്കറിയില്ല. സർക്കാർ ഇതിന് അവാർഡ് തന്നെ അവാർഡ് തന്നെ കോമഡി അവാർഡ് വേണം. രാവിലെ എഴുന്നേക്കും, നല്ല ടിപ്പായിട്ട് ഡ്രസ്സൊക്കെ കൊടുത്ത് നടക്കും, നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ്. അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എന്നാലും നല്ലോണം കാശുള്ള വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടി നല്ല സുഖമായിട്ട് ജീവിക്കണം. ഇതാണ് ഭാവി പരിപാടിയായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശരി, ഓക്കെ.